അതിരാവിലെ തന്നെ മൈക്കിന്റെ ശബ്ദം കേട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. പാട്ടും അനൗൺസ്മെന്റും ഒക്കെ ആയിട്ട് തോരണം കെട്ടിയ ഒരു ജീപ്പ്, അതിന് പിന്നിൽ ഒരു നബിദിന റാലിയാണ് കടന്നു പോകുന്നത് നമ്മുടെ തൊട്ടു മുന്നിലൂടെ. അതിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്ന സമയത്ത് മെയിൻ റോഡിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. ഉടനെ വണ്ടിയെടുത്ത് മെയിൻ റോഡിലേക്ക് കയറി നോക്കുമ്പോൾ നമ്മൾ ഹൈവേയിലൂടെ 4-5 മദ്രസകളുടെ വലിയ നബിദിന റാലികൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സംഗമത്തിലേക്കാണ് ഞാൻ എത്തിയത്. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. നബിദിനം ശരിക്കും ആഘോഷിക്കുന്നു എന്ന് തോന്നിയത് ഈ റാലികളുടെ ഒക്കെ സംഗമം കണ്ടപ്പോഴാണ്. വർണ്ണശബളമായ റാലികൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പഴയ കുട്ടിക്കാലത്ത് നബിദിന ഓർമ്മകൾ ഇങ്ങനെ വരും. കുട്ടികൾ പല വേഷങ്ങളിലായി ദഫുമുട്ടും പല കളികളുമായിട്ട് റാലിയെ മനോഹരമാക്കുന്ന കാഴ്ച. ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഈ റാലിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. റാലിയിൽ തക്ബീർ വിളിച്ചും സലാത്ത് ചൊല്ലിയും ഒക്കെ നടന്ന് ക്ഷീണിച്ചു വരുന്ന കുരുന്നുകൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഐറ്റംസാണ് ഇവർ വിതരണം ചെയ്യുന്നത്. റോഡ് സൈഡിൽ നേരത്തെ തന്നെ സെറ്റാക്കി റാലി കാത്തു നിൽക്കുകയാണ് ഇവർ. ഈ ഹൈവേയിലൂടെ കടന്നു പോകുന്ന എല്ലാ നബിദിന റാലിയിലും ഇവർ ഈ മധുരപലഹാരം വിതരണം ചെയ്യുന്നുണ്ട്. ജാഥയ്ക്ക് ശേഷം നമ്മുടെ എല്ലാ വർഷവും നടക്കാറുള്ള പോലെ നമ്മുടെ മദ്രസയിൽ ഒരു മൗലൂദ് ഉണ്ടാവും. മൗലൂദ് കഴിഞ്ഞ് ഭക്ഷണ വിതരണം. അതും വാങ്ങി വീട്ടിലെത്തുമ്പോഴാണ് ഇന്നത്തെ നബിദിനം നമ്മൾ ആഘോഷിച്ചു എന്നൊരു തോന്നൽ വരുന്നത്. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകൾ.